ഹായ്, നമുക്ക് കുറച്ച് കൊച്ചുമത്തി കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് വെട്ടിയെടുക്കാം. ഒരു കുട്ടി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മത്തിയും മാന്തലൊക്കെ വെട്ടുന്നതിൻ്റെ വീഡിയോ ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് ഞാൻ വെട്ടുന്ന വീഡിയോ ഇടുവാണേ. പച്ച മത്തിയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഉണ്ടോ, ചെറുതാണ് എങ്കിലും ഇപ്പം വലിയ മത്തി അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല. ഞാനൊന്ന് വെട്ടി കാണിക്കാവേ. ആദ്യം നമ്മൾ അതിൻ്റെ പുറത്തെ ചെതുമ്പൽ ഇത് കണ്ടോ, അതിൻ്റെ ചെതുമ്പൽ ഇങ്ങനെ കത്തി വെച്ച് നമ്മളിങ്ങനെ ഉരച്ചൊരച്ച് കളയണം. എന്നിട്ട് അതിൻ്റെ പുറത്തൊരു ചിറക് കാണും, അത് വെട്ടിക്കളഞ്ഞിട്ട് തലഭാഗം വെച്ച് കണ്ടോ, അതിൻ്റെ ചെകളയുടെ ആ വശം വെച്ച് ഒരു മഞ്ഞ കളറിൽ ഇത് കാണാം, അത് വെച്ച് മുറിച്ച് അതിൻ്റെ വയറ് മൊത്തത്തിൽ അരിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കത്തിയുടെ മോനെ ഭാഗം വെച്ച് മൊത്തം അങ്ങ് തോണ്ടിയെടുത്ത് കളയണം. വലിയ മത്തിയാണെങ്കിലും ചെറിയ മത്തിയാണെങ്കിലും വെട്ടുന്നതെല്ലാം ഒരുപോലെ അല്ലേ. അതുപോലെ തന്നെ നമുക്ക് അടുത്ത മത്തി എടുക്കാം. ഇങ്ങനെ ഉരച്ചിട്ട് ചെതുമ്പി കളഞ്ഞ് പതുക്കെ ചെയ്താൽ മതി. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന, എന്നാൽ ഇപ്പോഴുള്ള കുട്ടികൾക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ, പഠിച്ച് നടക്കുന്ന കുട്ടികൾക്ക്. അപ്പോൾ അവരൊന്ന് കണ്ടോട്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഒരാളെന്നോട് ചോദിച്ചു, അതുകൊണ്ടാണ് ഇട്ടത്. എന്താ ഇങ്ങനെ വയറ് ക്ലീൻ ചെയ്ത് കണ്ട. ഇനി നമുക്ക് ഉപ്പിട്ട് തേച്ചെടുത്തേച്ചാൽ മതി. ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞ് ഇനി ഞാൻ കത്രിക വെച്ച് വെട്ടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അത് നമ്മുടെ ഈ കത്രികയുടെ ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരച്ചൊരച്ച് കണ്ട, അതിങ്ങനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഒരച്ചൊരച്ച് അത് നമുക്കങ്ങ് ചെതുമ്പി കളയാം. ചെതുമ്പി കളഞ്ഞിട്ട് അതിൻ്റെ ചിറകരിഞ്ഞ് കണ്ട, തല വേണ്ടെങ്കിൽ തല വെച്ച്, അല്ലെങ്കിൽ ചുണ്ടരിഞ്ഞ് വെട്ടണം കേട്ടോ. ഞാനത് ചുണ്ടരിഞ്ഞ് വെട്ടാൻ കാണിക്കാൻ വിട്ടുപോയി. ഇത് കണ്ട, ഇതുപോലെ. ഇപ്പോൾ ആരും കൊച്ചിന് മീൻ്റെ ആകുമ്പോൾ ആരും തലയെടുക്കത്തില്ലല്ലോ. വറുക്കാനൊക്കെ ആണെങ്കിലല്ലേ മത്തിയുടെ തലയെടുക്കത്തുള്ളൂ. അപ്പോൾ അത് വയറ് ക്ലീൻ ചെയ്ത് കണ്ട, നമുക്ക് ആ കത്രിക വെച്ചും നമുക്കതുപോലെ തന്നെ ചെയ്യാം. ഉണ്ട്, അത് വാലും വെട്ടി കണ്ട ക്ലീനായിട്ട് നമുക്കെടുക്കാം. അതും ഇതെല്ലാം നല്ല കത്തി വെച്ചാണേലും കത്രി വെച്ചാണേലും എല്ലാം നല്ല വൃത്തിക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. രണ്ടെണ്ണം കൂടി ചെയ്ത് കാണിച്ചു തരാവേ. എനിക്ക് കത്തി വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ എളുപ്പം. കത്രികയെക്കാട്ടും എളുപ്പം എനിക്ക് കത്തി വെച്ച് ചെയ്യുന്നതാണ്. കണ്ട, അതിങ്ങനെ അരിഞ്ഞ് കണ്ട, ഒക്കെ നല്ല സ്പീഡിൽ ചെയ്തെടുക്കാൻ പറ്റും. കൊച്ചുമത്തി ആയതുകൊണ്ട് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണും, കൊച്ചുമീനായതുകൊണ്ടേ. എന്താ ചെയ്തെടുക്കാം. ഇത് പിന്നെ ഞാൻ കൈ കഴുകിയിട്ട് ഇത് ഇപ്പോൾ നിർത്താമെന്ന് ഓർത്ത, പക്ഷേ എന്നാലും ഞാൻ 2-3 കൂടെ കാണിച്ചു തരാം. കത്തി വെച്ച് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം. നമുക്ക് നിസ്സാരമായിട്ട് തോന്നും, നമുക്ക് വലിയവർക്കൊക്കെ നിസ്സാരമായിട്ട് തോന്നും, കുട്ടികൾക്ക് അറിയണമെന്നില്ലല്ലോ. അവരൊന്ന് മനസ്സിലാക്കിക്കോട്ടെ. ഉണ്ട്, ഇതുപോലെ നമുക്ക് എല്ലാത്തിൻ്റെയും ഇങ്ങനെ എഴുതണ്ട. കത്തി വെച്ചാകുമ്പോൾ സ്പീഡിൽ നമുക്ക് ചെയ്യാം. കൈയൊക്കെ സൂക്ഷിച്ച് പതുക്കെ വെട്ടിയെടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് എല്ലാ മീനുകളും അതുപോലെ വെട്ടി വൃത്തിയാക്കണം. പിന്നെ ഉപ്പിട്ട് തേക്കണം. ഉപ്പ് വിനാഗിരിയൊക്കെ ഇട്ട് ചട്ടിയിലിട്ട് ഒരച്ചൊരച്ച് തേച്ച് അതിൻ്റെ അഴുക്കുകളെല്ലാം, അതിൻ്റെ മീൻ്റെ പുറത്ത് പിടിച്ചിരിക്കുന്ന അഴുക്കുകളെല്ലാം നമ്മൾ തേച്ച് കഴുകി നല്ലതുപോലെ വെളുപ്പിച്ചെടുക്കണം. കണ്ടോ, വേറെല്ലാം വൃത്തിയായത് കണ്ടോ. ഇനി ഞാനിതൊക്കെ ഒന്ന് മൊത്തം വെട്ടട്ടെ. അതുവരെ നമുക്ക് വീഡിയോ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാനിത് വെട്ടിയെടുത്തോണ്ട് വരട്ടെ, ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം. ദേ കണ്ട, മൊത്തം ഞാൻ വെട്ടിയെടുത്തോണ്ട് വന്ന് ഇത് കണ്ട ക്ലീൻ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.